മാന്യ പ്രേക്ഷകരെ, സൗഖ്യ ഹെൽത്ത് കെയറിൻ്റെ പ്രാക്ടീഷണറായ ഷാജാൻ സാർ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയം കൊളസ്ട്രോൾ. ഹാർട്ട് അറ്റാക്കിന് കാരണമായി പൊതുവെ അറിയപ്പെടുന്നത് കൊളസ്ട്രോൾ എന്നാണ്. ഇതിനെന്താണ് വാസ്തവമെന്ന് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. ഹലോ സാർ, ഇന്ന് നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്കിന് കാരണമായിട്ടാണ്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? സത്യത്തിൽ അതൊരു മിഥ്യാധാരണയാണ് എന്നാണ് പറയാനുള്ളത്. കാരണം ഒത്തിരി പേര് നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് ഇത് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല, നിർഭാഗ്യകരം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വഴിയായിട്ട് നമ്മൾ കാണുന്നത് ഒരുപാട് പേര് കൊളസ്ട്രോളിന് കുറയാനുള്ള മരുന്നുകളും അതിനുള്ള റെമഡീസും പറയുന്നത് നമ്മൾ ഏവരും കേൾക്കാറുണ്ട്. കുറേ പ്രാക്ടീഷണേഴ്സ് ഇതിന് മരുന്നുകളും മറ്റുള്ള രീതിയിലുള്ള റെമഡീസും അവരും അവരുടെ വകയായിട്ട് ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് നമ്മളുടെ ശത്രുവാണോ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിലെ ശത്രു അല്ല, അതായത് നമ്മുടെ മിത്രമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഞാനിതിന് മിത്രമായി കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് കുറേ ധർമ്മങ്ങൾ നമ്മുടെ ശരീരത്തുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ വെയിലിൽ നിന്ന് വിറ്റമിൻ D3 വേർതിരിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ കൂടി വിറ്റമിൻസും മിനറൽസും ക്യാരി ചെയ്യുന്നതും നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ചയും നമ്മുടെ നാഡികളുടെ ബലം കൊടുക്കുന്ന മൈലിൻ ഷീത്തിനുള്ള കവചവുമായിട്ട് അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഇതും കൊളസ്ട്രോളാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ബൈൽ ആസിഡ് അതിന് ഉണ്ടാക്കാനും നമ്മുടെ ഹെവി മെറ്റൽസിനെ നീക്കം ചെയ്യാനും പ്രധാനപ്പെട്ട പ്രൈമറി ആയിട്ടുള്ള 3 ഹോർമോൺസ്, അത് നമുക്കെല്ലാവർക്കും അറിയാം: ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രജൻ ആൻഡ് കോർട്ടിസോൾ. ഈ 3 ഹോർമോൺസ് ഇതിൻ്റെ മേലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾസ് ആണ് നമ്മളുടെ കൊളസ്ട്രോളിനുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഉള്ളപ്പോൾ, അതായത് നമ്മുടെ കൂടെ നിന്ന് ഒരാൾ നമ്മളെ സഹായിക്കുമ്പോൾ ആ ആളെ എങ്ങനെയാണ് നമ്മുടെ ശത്രു എന്ന് പറയുക? നമ്മളോട് ചേർന്ന് നിന്ന് നമ്മളോട് കൂടി പ്രവർത്തിക്കുന്ന ഒരാളെ നമ്മൾ ശത്രു എന്ന് പറയാറില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മിത്രമായിട്ട് കൊളസ്ട്രോളിനെ കാണുന്നത്. മിത്രമാണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ, ഇതിന് ഏതെങ്കിലും തരത്തിൽ തെളിവുകളുണ്ടോ? തീർച്ചയായിട്ടും. 1930 സ്റ്റഡീസ് തുടങ്ങിയത്. 1948 ഫാങ്ഹാം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ബ്ലഡിൽ ഒരു സബ്സ്റ്റൻസ് കണ്ടുപിടിക്കപ്പെടുകയും അതാണ് കൊളസ്ട്രോൾ എന്നും ഇതാണ് ഹാർട്ട് അറ്റാക്കിന് കാരണമെന്നും പറയപ്പെടുകയുണ്ടായി. പിന്നീട് നടന്ന സ്റ്റഡീസിൽ അത് 1970 വന്നു കഴിഞ്ഞപ്പോൾ ഈ സംഭവം നമ്മുടെ റെഡ് മീറ്റ്, എഗ്ഗ്, അതേപോലെ ഡയറി പ്രോഡക്ട്സ്, കോക്കനട്ട് ഓയിൽസ് പോലുള്ള സാധനങ്ങളിൽ നിന്നുമാണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തേക്ക് വരുന്നതെന്നും ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യണം എന്നും ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ നമ്മൾ ഇതിനെ കുറച്ചുനാൾ മാറ്റി നിർത്തിയിരുന്നു. പിന്നീട് കോക്കനട്ട് ഓയിൽ അത് കുഴപ്പമൊന്നുമില്ല, അത് നല്ലതാണ് എന്ന് പറയപ്പെടുകയുണ്ടായി. 2016 സ്റ്റഡീസ് അനുസരിച്ചിട്ട്, അത് നമുക്കെല്ലാവർക്കും, ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 2016 സ്റ്റഡീസ് അനുസരിച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് അവോയ്ഡ് ഫ്രം ദ നോട്ടി ലിസ്റ്റ് എന്നാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് എഗ്, ഡയറി പ്രോഡക്ട്സ്, റെഡ് മീറ്റ് ആൻഡ് കോക്കനട്ട് ഓയിൽ ഇതെല്ലാം തന്നെ സേഫ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളിൽ പലരും ഇപ്പോഴും ഇതിനെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. ഇതിലെ ഇപ്പം പറഞ്ഞല്ലോ, റെഡ് മീറ്റ് ഇന്നും ഇപ്പം 2016 2000 നമ്മൾ ഇപ്പോഴും പറഞ്ഞു ഈ റെഡ് മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലംസ് തന്നെയാണ്. അതെ. അപ്പൊ അത് ഒരു തെറ്റിദ്ധാരണന്റെ ഭാഗമാണോ? അല്ല, തീർച്ചയായിട്ടും അത് തെറ്റിദ്ധാരണയുടെ പുറത്താണ്. ശരിക്കും പറഞ്ഞു എന്നുണ്ടെങ്കിൽ റെഡ് മീറ്റ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ബീഫ് പോലുള്ള സാധനങ്ങൾ എടുത്ത്, അങ്ങനെ റെഡ് മീറ്റിൽ അടങ്ങിയിരിക്കുന്ന ഈ അലാർജിനയൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹനം കഴിഞ്ഞ് അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഞരമ്പുകളുടെ ഉള്ളിലുള്ള ഫസ്റ്റ് ലെയർ, ഒരു
ഫസ്റ്റ് ലെയർ ഉണ്ട്. ആ ലെയറിനെ എൻഡോത്തിലിയം എന്നാണ് പറയുന്നത്. ആ എൻഡോത്തിലിയമായിട്ട് കൂട്ടിമുട്ടി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഉടനെ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം റിലീസ് ചെയ്യുന്നുണ്ട്. ഈ നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ഞരമ്പുകൾ വികസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡിന്റെ സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കും. ആസ്പിരിൻ എന്ന് പറയുന്ന ഗുളിക അവിടെ വേണ്ട നമുക്ക് സത്യം പറഞ്ഞാൽ. അപ്പോൾ ശത്രുവാണ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ അത് ഒഴിവാക്കുന്നത്. അത് മിത്രമാണ് എന്ന് പറയുന്നത് അറ്റോവാസ്റ്റിൻ എന്ന് പറയുന്ന ഗുളിക വേണ്ട. ബീഫ് ശരിയായ രീതിയിൽ എടുക്കണമെങ്കിൽ ആസ്പിരിനും വേണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഈ ബീഫിനെ ഒഴിച്ചു നിർത്തുകയല്ല വേണ്ടത്, ശരിക്കും നമ്മൾ കഴിക്കുകയാണ് വേണ്ടത്. അത് ഒഴിവാക്കേണ്ട കാര്യമില്ല എന്ന് നമ്മളുടെ ഈ 2016 സ്റ്റഡീസ് തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ LDL HDL എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോളിനെ വേർതിരിച്ച് ഗുഡ് കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നുണ്ടല്ലോ? അതില് ഈ 2016 സ്റ്റഡീസിൽ തന്നെ അത് പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. There is nothing. Experts ഇങ്ങനെ പറയുന്നത്, experts says there is nothing HDL or LDL. HDL എന്നോ LDL എന്നോ പറയുന്ന ഒരു സാധനം ഇല്ല. നമ്മൾ നടത്തിയിരിക്കുന്ന സ്റ്റഡീസിൽ LDL എന്നൊരു സാധനം അത് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കാമോദ്ദീപനം ഉണ്ടാവുകയില്ല. അതായത് സെക്സ് ഡ്രൈവ് ശരിയായ രീതിയിൽ നടക്കില്ല. അത് നമ്മളുടെ വംശത്തെ തന്നെ ഉന്മൂലനം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊന്നുമല്ല, ഇതിന്റെയൊക്കെ പുറകിലായിട്ട് ഈ സ്റ്റഡീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൊളസ്ട്രോൾ ഈസ് ദ ബിഗ്ഗസ്റ്റ് മെഡിക്കൽ സ്കാം ഇൻ ഓൾ ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലേക്ഷോർ ഹോസ്പിറ്റലില് കാർഡിയക് സർജൻ ഡോക്ടർ മൂസക്കുഞ്ഞ് ഇതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം 2016 സ്റ്റഡീസ് വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അതേപോലെ അദ്ദേഹം പറയുന്നുണ്ട് ഇറച്ചിയും മുട്ടയും ഒക്കെ നന്നായി കഴിക്കാമെന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഡോക്ടർ ശശിധരൻ പറയുന്നു, മുട്ട കഴിക്കണമെങ്കിൽ അതിന്റെ ഉണ്ണി കൂടി കഴിക്കണം, അതിന്റെ യോക്ക് കഴിക്കാതെ അത് കഴിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോ എഗ്ഗ്, ഈ പിന്നെ റെഡ് മീറ്റ് അതേപോലുള്ള സാധനങ്ങൾ കഴിച്ചാൽ നമുക്ക് ഒരിക്കലും കൊളസ്ട്രോൾ കയറുകയില്ല. കൊളസ്ട്രോൾ കയറുന്നത് നമ്മുടെ 85% നമ്മുടെ നമ്മുടെ ലിവറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ബാക്കി വരുന്ന 15% മാത്രമാണ് പുറത്തുനിന്ന് വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിവാക്കി നിർത്തുന്നത്? 15%. അതെ. അപ്പൊ ലിവർ ആ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള മറ്റെന്തോ പ്രശ്നമാണ്. അവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം അറിയേണ്ടത്. ഡോക്ടർ മത്യാസ് രത്ത് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം കാർഡിയക് സർജനാണ്, അമേരിക്കയിലെ ഒരു കാർഡിയക് സർജനാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടും. പിന്നെ അദ്ദേഹം GD MD ആണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ സ്റ്റഡീസിൽ 650ഓളം സ്റ്റഡീസ് നടത്തി വെക്കുന്നതിൽ മുഴുവൻ വിറ്റമിൻ C ആണ് ഹാർട്ട് അറ്റാക്കിലേക്ക് ചെന്ന് എത്തുന്നത് എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോൾ ഈസ് അവർ ഫ്രണ്ട്. കൊളസ്ട്രോൾ നമ്മുടെ സുഹൃത്താണ്. ആൾക്കാർ ടാബ്ലറ്റ് കഴിക്കുന്നതും കാണുന്നുണ്ട്. ഇതില് എന്താണ് നമുക്കത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മെസ്സേജ് എന്താണ്? ആദ്യം അവര് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊളസ്ട്രോള്, ഞാൻ ഈ പറഞ്ഞതുപോലെ കൊളസ്ട്രോള് നമ്മളുടെ ശത്രുവല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. കൊളസ്ട്രോളിന്റെ ധർമ്മം എന്താണെന്നുള്ള ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഗുളിക കഴിക്കുന്ന പോവില്ല. എനിക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് സൊസൈറ്റിയിലേക്ക്, നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിലേക്കും നമ്മുടെ യങ് ജനറേഷനിലേക്കും കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക, കുറച്ച് കഴിക്കുക, നല്ലത് കഴിക്കുക. ഇതാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെസ്സേജ്. ഇന്നത്തെ ഇവിടുത്തെ ഈ വിഷയം നല്ല രീതിയിൽ നമ്മൾക്ക് കിട്ടിയ ഒരു അറിവ്. ഈ അറിവ് എന്ന് പറയുമ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡോണ്ട് ഫോളോ വാട്ട് യു ഡോണ്ട് നോ. നമ്മൾ അറിയാത്തതിന് പിന്നാലെ പോകുന്നതിനേക്കാൾ ബെറ്റർ അറിയുന്നതിന് പിന്നാലെ പോകുന്നതാണ്. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മൾക്ക് ഇനിയും ഇതുപോലുള്ള അറിവുകൾ തരണം എന്ന് പറഞ്ഞതുകൊണ്ടും അവസാനിപ്പിക്കുന്നു.